കാലത്തോട്ട് വയറ്റിന് നല്ല ടൈറ്റ്നസ് ആണ്. ഒരു കപ്പ് ചായ കുടിച്ചാൽ മതി, വയറ് ഫ്രീ ആയിക്കോളും. ഈ ചായക്കടക്കാരൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ചൊവ്വാഗ്രഹത്തിൽ ചായക്കട തുടങ്ങാൻ പോയതാണോ അവൻ? പറയാൻ പറ്റില്ല. മംഗൾയാനും മുന്നേ യൗമാരെ പോലുള്ളവർ അവിടെ പോയി ചായക്കട തുടങ്ങും. അവൻ എവിടെയെങ്കിലും പോട്ടെ, എനിക്കൊന്ന് പോകാനായിട്ടുള്ള വഴി പറ. നീ പേടിക്കണ്ട, പുറത്ത് പോകാനുള്ളത് ഞാൻ അകത്ത് പോയിട്ട് റെഡിയാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചാൽ നിനക്ക് എങ്ങനെയാ പോകുന്നതെന്ന് നോക്കിക്കോ. അകത്ത് പോയി എന്ത് ചെയ്യാനാ? എന്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചാൽ ക്ലിയർ ആയിക്കോളും. പെട്ടെന്ന് പെട്ടെന്ന്. ഇന്നാ സ്പെഷ്യൽ ടീ ഇതാ. വേണ്ട. ഓക്കെ, ചിയേഴ്സ്. എടോ, താനെന്താ കട പബ്ലിക് ടോയ്ലറ്റ് പോലെ തുറന്നു വെച്ചങ്ങ് പോയേ? താനിട്ട ചായ കുടിക്കാൻ പറ്റാതെ ഇവൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയോ? അവസാനം ഞാൻ തന്നെ ഇട്ട് കൊടുത്തു. അയാളുടെ ചായക്കാൾ നിന്റെ ചായ നല്ല രസമുണ്ടാ. അല്ല, ഞാൻ പാൽ ഇപ്പോഴാണല്ലോ മേടിച്ചോണ്ട് വരുന്നത്, പിന്നെ എങ്ങനെ ചായ ഇട്ടെ? താനിവിടെ ഒഴിച്ചു വെച്ചിരുന്നല്ലോ, അത് ചൂടാക്കി കൊടുത്തു. അത് ചായയല്ല, ചായ കഴിക്കാൻ വെള്ളമാ. എന്റെ മുഖത്ത് തുപ്പോടാ നീ. നിന്നെ ഞാൻ ഉഴുന്നോടെ കൊണ്ട് എറിഞ്ഞപ്പോ അയാളുടെ തല പൊട്ടിയല്ലോ. പരിപ്പോടെ കൊണ്ടെങ്ങാനും എറിഞ്ഞിരുന്നെങ്കിൽ ഇത് കൊലക്കേസായനെ. അവനെങ്ങനെ കയ്യിൽ കിട്ടാണല്ലോ, കളിക്കൊന്നോളെ ഞാൻ. ഓഹ്, അവളടാ ഒരു മിസ് കോൾ നിന്ന്. അവള് മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും മിസ് കോൾ മാത്രമേ അടിക്കൂ. ശരി, ലൗഡ് സ്പീക്കർ ഇടാം. കേൾക്കുന്നോ? എല്ലാരും കേൾക്കുക. ഇതെന്താടാ റിമീറ്റമ്മയുടെ വോയിസോ? പറയുമ്പോ അവൻ കേക്കില്ല, നീ ഇട്. ഹായ് ജീവ, എവിടെയാ ഇപ്പോ? ഞാനിവിടെ മുത്തേ, ഓഫീസില്. ഇന്ന് എന്ത് ദിവസാന്നറിയോ? എന്റെ അമ്മായി ഒളിച്ചോടിയ ദിവസം. വാ മൂടാ. അറിഞ്ഞൂടെ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇന്ന് നിന്റെ സാലറി ഡേ ആണ്. ഓ, സാലറി ഡേ ആയിരുന്നോ? അതൊക്കെ ഞാൻ ഓർമ്മ വെക്കാറൊന്നും ഇല്ല. കിട്ടിയാലല്ലേ. ആരാ അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അത് ഈ ജോലിയും കൂലിയില്ലാത്തവരെ. ഇന്ന് വൈകുന്നേരം ഞാനും നീയും കൂടി ഐനോക്സിലെ സിനിമ കാണാൻ പോവാട്ടോ. സിനിമയ്ക്കോ? അയ്യോ, എനിക്കിന്ന് ഓഫീസിൽ ഒരു മുഖ്യമായ മീറ്റിംഗ് ഉണ്ട്. അതൊന്നും എനിക്ക് അറിയണ്ട. വൈകുന്നേരം നീ വരും, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഹേയ് സംഗീത. തുടക്കത്തിൽ എല്ലാ പെൺകുട്ടികളും സിനിമാ തിയേറ്ററിലേക്ക് തന്നെയാ വിളിക്കുക. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ പോകേണ്ട അവസ്ഥയാവും. 100% സത്യമാ. കടുകിട്ട് വെറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണെ, തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും. വരണം മിസ്റ്റർ, വരണം. പിന്നെ സാർ, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, പേര് അനിരുദ്ധ്. ഞങ്ങളൊക്കെ ഷോർട്ടായിട്ട് ആന്റിവൈറസ് എന്നാ വിളിക്കാറ്. കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആണോ? വളയ്ക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ്. ആന്റിമാരെ. അപ്പോ തന്റെ നമ്പർ എനിക്ക് വേണം. പിന്നെ അളിയ, ഇത് ഞങ്ങളുടെ ബോസ്, പേര് ദണ്ഡായുധ പാണി. അപ്പൊ ഷോർട്ടാകുമ്പോ ഈ തണ്ടെന്നൊക്കെ കോമഡി എന്ന പേരിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ ചിരിച്ചു കൊടുക്കുക. എന്താ ജീവ, എന്തിനാ ട്രീറ്റ്? അല്ല സാറേ, എനിക്ക് നിങ്ങൾ കാരണല്ലേ ജോലി കിട്ടിയത്. അതുകൊണ്ട് ആദ്യത്തെ ശമ്പളം വന്ന ഉടനെ നിങ്ങൾക്കൊരു ട്രീറ്റ്. എന്തിനാണോ ഈ ഫോർമാലിറ്റീസ്? അപ്പൊ വേണ്ടേ, എന്നാ പിന്നെ പോയേക്കാം. ഇരിക്കുന്ന എന്തായാലും വന്നല്ലേ നമ്മളിവിടെ. ഒരേ ഒരു ഡൗട്ട്, ഒരു ബോട്ടിലും ഒരു ഗ്ലാസ്. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? നിങ്ങളുടെ മുന്നിൽ വെച്ച് കുടിക്കുന്നത് അത്രയും മര്യാദയുള്ള കാര്യമല്ലല്ലോ. വെള്ളം അടിക്കാൻ വന്നാൽ എല്ലാരും സെയിമാ. ഈ ബഹുമാനമൊക്കെ മനസ്സിനകത്ത് മതി. സൂപ്പർ ദണ്ഡപാണി. ഒരു 3 ഗ്ലാസ് കൊണ്ടുവന്നേ. വാ പെട്ടെന്ന്. എങ്ങനെയുണ്ട്? എന്തായാലും എല്ലാരും ഒരുമിച്ചിരുന്ന് കുടിക്കാൻ പോവല്ലേ? ഒഴിക്കളിയാ. കോഴിയുടെ കഴുത്തൊക്കെ തിരിക്കുന്നതാണല്ലോ തിരിക്കുന്നത്. കുടിച്ചിട്ട് തന്റെ കഴുത്തിന് പിടിക്കാം. സൂപ്പർ സൂപ്പർ. നടക്കി വെക്കി. വെള്ളമൊഴിക്ക് വേഗം. ഒരു മിനിറ്റ് സാർ. മദ്യപിക്കുമ്പോ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ട് കുടിച്ചാ കിക്ക് നല്ലോണം കൂടും. ഞങ്ങളെക്കാളും വയസ്സിന് മൂത്ത ആളല്ലേ, ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണെന്ന് തോന്നുന്നു. എല്ലാം ഓരോന്നായിട്ട് അങ്ങ് പറഞ്ഞാട്ടെ. അതായത് 1972 ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്ത് സാധനം വെച്ചാൽ മതി, അതിന്റെ സൈഡ് ഡിഷാണ് നിന്റെ അപ്പനാണ് വെക്കുന്നത്. എടുത്തോണ്ട് വാടാ. ചുമ്മാ കൊണന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എത്ര നേരമായി. നിങ്ങൾ ആരംഭിച്ചോ? നിക്ക്, അങ്ങനെ കുടിക്കാൻ തുടങ്ങല്ലേ. അതെന്തായി അത് പറഞ്ഞേ. ഈ 1972, അതായത് 1900. ഫോൺ കട്ടി. ഇമ്പോർട്ടന്റ് കഥയല്ലേ അയാൾ പറഞ്ഞോണ്ടിരിക്കുന്നേ. കട്ടിയടാ. നിങ്ങൾ ആരംഭിച്ചോ? ഒരു മിനിറ്റ്. എപ്പോഴും ഇങ്ങനെ കുടിക്കണമെന്ന് മാത്രം ചിന്തിക്കല്ലേ. തന്റെ അനുഭവമൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വീണ് ചിരിക്കണം. വേഗം പറ. 1972, അതായത് 1972 ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോ അച്ചാർ കൊണ്ടുപോടാ. ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. അച്ചാറിനെ പോലെ ഒരു ടച്ചിങ്സ് ഈ ലോകത്ത് വേറെ ഇല്ല. ഒറ്റ തവണ തൊട്ട് നോക്കി ഒരു ഫുൾ തന്നെ കുടിച്ചു തീർക്കാം. ഒരു മിനിറ്റ്. താൻ ആരംഭിക്കണോ? ഈ 1972, 1970. ഒരു ഇമ്പോർട്ടന്റ് ഫോൺ കോൾ. എടാ, ഇൻട്രസ്റ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഇനി ഫോണേ വരാൻ പറ്റില്ല, സ്വിച്ച് ഓഫ്. സർ ഗ്യാപ്പിൽ ഇത് അടിച്ചോ? പറ സാറേ. ഇങ്ങോട്ട് നോക്ക്. ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി പോലും നാക്കി തൊട്ടില്ലല്ലോ. ഇത് ന്യായമാണോ? ഈ ബാറിൽ വാസ് ശരിയല്ല, ഒരേ പ്രശ്നങ്ങൾ തന്നെ.
അടുത്ത മാസം നമ്മൾ ഹൈദരാബാദ് പോകുന്നുണ്ടല്ലോ, അവിടെ വന്ന് എന്റെ മുഴുവൻ കഥയും ഞാൻ അപ്പൊ പറയാം. ഓക്കെ. ട്രീറ്റ് സൂപ്പർ സൂപ്പർ. ഇവനൊക്കെ വിളിച്ചപ്പോ വന്ന് എന്നെ വേണം പറയാൻ. സർ 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 എന്റെ ഫോണ്. അളിയ ഏ, ഇൻ 1972. 1972 ഇനിയും പോയില്ലടാ. ഓക്കെ. ഛേ, സോറി സോറി സോറി, ഒരു 1000 ടൈംസ് സോറി. ഏയ് സംഗീത, ഞാൻ പറയുന്നത് കേൾക്ക. നിന്റെ അടുത്തൊന്നും എനിക്ക് ഒരു സോറിയും കേൾക്കണ്ട. സംഗീത, ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ്, അതാ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ നിനക്ക് ഓഫീസ് ഇമ്പോർട്ടന്റ്, ഞാനല്ല ഇമ്പോർട്ടന്റ്. പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഓഫീസിനെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നോ. സംഗീത പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ചുമ്മാ എന്നെ ശല്യം ചെയ്യാതെ. ഏ സംഗീത പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ഓട്ടോ. ഹായ്. ഈ ഡ്രസ്സില് നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. എന്ത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നേ? നല്ല മണമുണ്ടല്ലോ. മാനേഴ്സ് ഇല്ലേ, ഡീസൻസി ഇല്ലേ? ചേട്ടാ, നീ വിചാരിക്കുന്ന side ആക്ക്. ആളല്ല ഞാൻ. ഞാനൊന്നും ഞങ്ങൾ side വളരെ ആക്ക്. decent family ന്ന് വരുന്നവരാ. വേഗം അങ്ങോട്ട് നിർത്തിക്കേ. അങ്ങോട്ട് നിർത്ത്. എന്തായി പറയുന്നത്? Indecent ആയിട്ട് behave ചെയ്യുന്ന ആളാ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതെനിക്ക് അറിയാവുന്ന കൊച്ചാ. അറിയാന്നോ? Who the hell are ഞാനാണെന്ന് you? അറിയോ? എല്ലാം അറിയോന്നോ? എന്റെ മുന്നിൽ വെച്ച് എന്റെ പെണ്ണിന് ഉമ്മ കൊടുക്കുമല്ലേ? ഞാനോ? ഞാൻ ആരെന്നറിയോ? ആ? നിന്നെ ഉണ്ടല്ലോ. ഏയ്, ജീവ. പറയുന്നതൊക്കെ ജീവ. ഡ്രസ്സിൽ നിന്ന് കേൾക്ക്. എന്ത് ജീവനാ നീ? കേൾക്കാതെ പറഞ്ഞേ. വിടും. എന്ത് ജീവനാ? ജീവ. ഓയ്. കരാത്തയോ? എന്റെ ദേഹത്ത് കേട്ടല്ലേ? പൊട്ടത്തിന് ഇതിന് നീ അനുഭവിച്ചിരിക്കണോ? എന്താ ഓരോ സംസാരിക്കുന്നത്? ജീവ. നീ ജീവ, വിട്. പറയുന്നതൊക്കെ പബ്ലിക്കായിട്ട് തല്ലിയല്ലേ? നിന്നെ ഉണ്ടല്ലോ. അടുത്തോളടാ. ജീവ. നിന്നെ ജീവ, ഉണ്ടല്ലോ. പ്രശ്നം ഉണ്ടാക്കണ്ട. പിന്നാലല്ലേ പറഞ്ഞേ. ജീവ. നാട്ടു റോഡിലെ റൗഡിയെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നേ. നിന്നെ ഒരുത്തും കയറി ഞോണ്ടും, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇല്ല. ഷെയർ ഓട്ടോയാ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? മനസ്സിലാക്ക് ജീവ. അങ്ങനെ ആരെയും തൊടാതെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ തനിച്ച് സ്കൂട്ടറിൽ പോകേണ്ടി വരും. സ്കൂട്ടറിൽ പോണല്ലേ?